ഹലോ, അപ്പോൾ ലിറ്റിൽ ഹാപ്പിനെസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈ ചെടികളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെടികളിൽ നമ്മുടെ പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ശരി നമുക്കിതൊക്കെ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഏകദേശം നമ്മുടെ പാലക്കാട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം ഞാനിപ്പോൾ. ഈ പൂവ് ആരുടെയൊക്കെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഈ പൂവിന് നിങ്ങൾ എന്താണ് പറയാന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. ഇത് കണ്ടോ ഈ പൂവ് ഉണ്ടോ? ഇതിനെന്താ നിങ്ങൾ പറയുക? നമ്മളിവിടെ ഇതിനെ കാശുത്തുമ്പ എന്ന് പറയും കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ അല്ലേ കാണാൻ? പക്ഷെ ഇതിന് അത്ര വാല്യൂ ആരും കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നല്ല പൊതുവേ ഇത് പെട്ടെന്ന് വാടും. അതുകൊണ്ട് ചെടിയിൽ നിന്ന് വലിച്ചതിനെ പെട്ടെന്ന് വാടും. അതുകൊണ്ട് ഇതിന് വാല്യൂ അധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നിറയെ ഉണ്ട് എൻ്റെ വീട്ടിൽ, കാണിച്ചു തരാം. ഇത് കണ്ടോ, നിറയെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാശുത്തുമ്പ ഉണ്ടോ? ഇത് കുറേ ഉണ്ട്, പല കളേഴ്സിലും ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു വയലറ്റ് കളറുണ്ട്, ഇതൊരു ഓറഞ്ച് ഉണ്ട്, ഒരു വെള്ളയുണ്ട്. കണ്ടോ, ഇവിടെ മൊത്തം നമ്മുടെ ഇതാണ് കേട്ടോ. അത് കണ്ടോ, അതാണ് നമ്മുടെ വീടിൻ്റെ ഒരു 85 വർഷം പഴക്കമുണ്ട് നമ്മുടെ വീടിന്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെടികളെ കുറിച്ച് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കണ്ടോ, ഈ ചെടികളുടെ ഉള്ളിൽ കുറേ പാമ്പൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ അമ്മ കുറേ വെണ്ടയ്ക്കില്ലേ, നമ്മുടെ വെണ്ടയ്ക്ക ചെടികൾ കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പക്ഷെ വെണ്ടയ്ക്കൊന്നും വന്നിട്ടില്ല. വെണ്ടയ്ക്ക ചെടികൾ കുറേ നട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ മുരിങ്ങയില, അത് തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ തണലേകുന്നത് ഒരു പുളിമരമാണ് കേട്ടോ. ഇതാ പുളിയൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. പിന്നെ തറവാട് വീട് ആയതുകൊണ്ട് നമുക്ക് ഇത് കണ്ടോ, ഒരു അമ്പലം ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു പാലക്കാടിലെ ഏറ്റവും ഒരു പ്രത്യേകതയാണ് തറവാട് വീട്ടിലൊക്കെ ഒരു തറവാട്ടപ്പനം ഉണ്ടാവും. ഉള്ളിൽ പോകാൻ പറ്റില്ല ഞാനോ. കണ്ടോ, അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു മന്ദാരമില്ലേ, മന്ദാര ചെടിയുണ്ട് കേട്ടോ. ഗായ്സ്, ഞാൻ പിന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നോക്കൂ, നമ്മൾ വെച്ചതുപോലും അല്ല കേട്ടോ. കുമ്പളങ്ങ നോക്കൂ, 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ താനേ വരുന്ന ചെടിയിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ലേ അല്ലേ? നമ്മൾ വെച്ചതേ അല്ല, ഇവിടെ വെറുതെ അമ്മ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടിട്ടതാണ്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ 2 കുമ്പളങ്ങ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയണം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ വേലിയാണ് കേട്ടോ, നമ്മുടെ മതിലൊന്നുമല്ല, വേലിയാണ്. പിന്നെ കുറച്ച് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകുണ്ട്, പപ്പായ ഉണ്ട്, അങ്ങനെ കൊയ്യാക്കയുണ്ട്. അപ്പോൾ മഴ വന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീടിൻ്റെ ഹോം ടൂറായിട്ട് വരാം കേട്ടോ.